പീരുമേട് നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ NDAയുടെ നേതൃത്വത്തിൽ കുമളി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NDA സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. പീരുമേട് മേഖലയിലെ വികസന മുരടിപ്പിനും ഇടതുവലത് മുന്നണികളുടെ അവഗണനയ്ക്കുമെതിരെ NDAയുടെ നേതൃത്വത്തിൽ കുമളി വില്ലേജ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ല രൂപീകരിച്ചിട്ട് 53 വർഷം പിന്നിട്ടിട്ടും പീരുമേട് മണ്ഡലം വികസന കാര്യത്തിൽ പിന്നോക്കാവസ്ഥയിലാണ് തുടരുന്നത് എന്ന് ആരോപിച്ചാണ് NDAയുടെ സമരം സംഘടിപ്പിച്ചത്. മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLAമാർക്ക് പ്രദേശത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കുക, വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, കുമളി പഞ്ചായത്തിലെ തോട്ടം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ടൂറിസം മേഖലയിലെ വൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും റെയിൽവേ വിമാന ഗതാഗത സാധ്യതകൾ പഠിക്കാൻ പോലും തയ്യാറായില്ലെന്നും NDA നേതാക്കൾ ആരോപിച്ചു. ഹോളിഡേ ഹോം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുമളി വില്ലേജ് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തെറ്റായ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ കുമളി വില്ലേജ് ഓഫീസ് മാർച്ച് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ജനവഞ്ചകരെ, നിങ്ങൾക്കെതിരാണ് ഈ സമരം. പ്രതിഷേധം. തുടർന്ന് നടന്ന ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയും പീരുമേട് നിയോജക മണ്ഡലം ഇൻചാർജുമായ C. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അയ്യപ്പദാസ് സ്വാഗതം ആശംസിക്കുകയും NDA സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആ മാന്യ വനിത ചാനലിൽ വന്ന് പറഞ്ഞു, അവരുടെ ഭർത്താവ് KV ഗണേഷ് കുമാർ കാണിച്ച തോന്നിവാസങ്ങൾ പറഞ്ഞത് ഈ ദിവസങ്ങൾ ഇപ്പോഴും നമ്മൾ TV തുറന്നാൽ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതാണോ? ഇതേ KV ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചൻ, അവരെ ഇയാൾക്കെതിരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൈവോഴ്സ് വാങ്ങിച്ചു പോയതും അന്നത്തെ സംഭവവികാസങ്ങളും മർദ്ദനമേറ്റുകിടന്ന ഗണേഷ് കുമാറിനെ നമ്മളൊക്കെ TVയിൽ കണ്ടവരല്ലേ? അപ്പൊ ഇത്തരം വൃത്തികെട്ടവന്മാരെ ചുമക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ് ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന വല്ല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇടയ്ക്കൊരു മഹിളാ സംഘത്തിന്റെ നേതാവ് TVയിൽ പറയുന്നത് കേട്ടു, മുകേഷിന്റെ തീവ്രത കുറവാണ്. മുകേഷും പീഡനക്കേസിൽ പ്രതിയല്ലേ എന്നൊരു പത്രക്കാർ ചോദിച്ചപ്പോൾ പത്രക്കാരോട് ഒരു മഹിളാ സംഘം നേതാവ് പറഞ്ഞത് മുകേഷിന്റെ തീവ്രത കുറവാണ് പീഡനത്തിന്റെ. ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ശേഖരിച്ച കുറ്റപത്രം ജില്ലാ പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിന് നേതാക്കളായ AV മുരളീധരൻ, അമ്പിളി രാജൻ, കുമാരി അയ്യപ്പൻ, KD അനീഷ്, സോണി ഇളപ്പുങ്കൽ, സനോജ് സരസൻ, അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, വിനോജ് കുമാർ, വിജയകുമാർ, K. കുമാർ, VS രതീഷ്, സന്തോഷ് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി സംസാരിക്കുകയും ചെയ്തു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരും ധർണാ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമളി.